ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മളിന്ന് എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന്. ഇതൊരു ചർച്ചയല്ല, ഇത് ഞാൻ സച്ചിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഇത് എൻ്റെ ഒരു ആദരവാണ്. ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ക്യാപ്റ്റനായ ഇന്ത്യയുടെ സ്വന്തം, നമ്മുടെ സ്വന്തം സൗരവ് ഗാംഗുലി ദാദയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. ആയിരത്തി 1996 ജൂൺ 22 തുടങ്ങി 2008 ഒക്ടോബറിൽ അവസാനിച്ച ഒരു മഹത്തായ യാത്രയായിരുന്നു സൗരവ് ചന്ദിദാസ് ഗാംഗുലിയുടേത്. 96 ഒരു കൊടുങ്കാറ്റ് പോലെയാണ് സൗരവ് ഗാംഗുലി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വന്നത്. 92 ഒരു മന്ദമാരുതനെ പോലെ വന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വീണ്ടും ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിപ്പോയ ഗാംഗുലി 96 ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വന്നത് അതിശക്തനായ ഒരു കളിക്കാരനായിട്ടായിരുന്നു. തുടർച്ചയായ സെഞ്ചുറികൾ നേടിക്കൊണ്ട് സൗരവ് ഗാംഗുലി തൻ്റെ വരവറിയിച്ചു. അന്ന് ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇന്ത്യയുടെ വൻമതിലായി മാറിയ രാഹുൽ ദ്രാവിഡുമൊത്ത് സൗരവ് ഗാംഗുലി ചേർത്ത പുതിയൊരു ചരിത്രം ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ വഴിമാറ്റി വിടുന്ന ഒന്നായി തീർന്നു. അന്ന് ആ ചെറുപ്പകാലത്ത് ഞങ്ങളൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല ഇത് ഇത്രയും വലിയൊരു യാത്രയുടെ തുടക്കമാണെന്നും. ഇന്ന് കാണുന്ന ഇന്ത്യൻ ടീമിനെ വാർത്തെടുക്കാൻ പോകുന്ന രണ്ടുപേരാണ് അന്ന് ഇന്ത്യക്ക് വേണ്ടി ക്രീസിൽ ഇറങ്ങിയെന്നും ഞങ്ങൾ ആരും തിരിച്ചറിഞ്ഞില്ല. 1-2 വർഷം കൊണ്ട് സൗരവ് ഗാംഗുലി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും കേപ്പബിളായ ഒരു ഓപ്പണറായിട്ട് മാറി. ഏകദിന ക്രിക്കറ്റിൽ, ഏകദിനത്തിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഒരേപോലെ തിളങ്ങിയ, ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ഇടതുകൈയ്യൻ ബാറ്റ്സ്മാനായി മാറാൻ ഗാംഗുലിക്ക് അധികം കാലം വേണ്ടി വന്നില്ല. അമിതമായി സച്ചിനെ സ്നേഹിച്ചിരുന്ന അമിതമായി എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കേണ്ട, സച്ചിനോടുള്ള സ്നേഹം എന്നും അമിതം തന്നെയായിരുന്നു. അമിതമായി സച്ചിനെ സ്നേഹിച്ചിരുന്ന ഞാനടക്കമുള്ള ഒരു തലമുറ സൗരവ് ഗാംഗുലിയെ തുടക്കത്തിൽ ഒരു എതിരാളിയായിട്ടാണ് കണ്ടത്. സച്ചിൻ ടെണ്ടുൽക്കർക്കുള്ള ഒരു എതിരാളിയായിട്ട്. എനിക്ക് തോന്നുന്നു ഗാംഗുലി അതിനോടകം തന്നെ ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. അത് സച്ചിനാണോ ഗാംഗുലിയാണോ കേമൻ എന്നൊരു താരതമ്യത്തിലേക്ക് വരെ ഒരു ഘട്ടത്തിലെത്തി. അപ്പം സച്ചിൻ ഗാംഗുലി, നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസുകൾ തമ്മിലുള്ള ഒരു ഒരസൽ പോലെ സച്ചിൻ ഗാംഗുലി ഫാൻസ് തമ്മിൽ ഒരു ഒരസലൊക്കെ ഞങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കുട്ടിക്കാലമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. പിന്നീട് 99 കാലഘട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും വലിയ ദുരന്തങ്ങളിലൊന്നായ കോഴക്കേസ് പൊന്തി വന്നു. എക്കാലത്തെയും ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഒരു കളിക്കാരനായ ക്യാപ്റ്റനായ ഹാൻസി ക്രോണിയയുടെ കുമ്പസാരം ലോകത്തിനെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് നമ്മളൊക്കെ കാണുകയുണ്ടായി. അക്കൂട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെയും ആകെ ആടിയൊലച്ച് ക്യാമറ കണ്ണുകൾ നിരീക്ഷണത്തിലാക്കിയ 1-2 വർഷമായിരുന്നു കടന്നുപോയത്. പിന്നീട് അങ്ങോട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ഗാംഗുലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കണ്ടത്. സൗരവ് ഗാംഗുലി ഇന്ത്യയുടെ ക്യാപ്റ്റനായി അവരോധിക്കുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഇതിഹാസത്തിൻ്റെ എല്ലാ പിന്തുണയോടും കൂടി ഗാംഗുലി ക്യാപ്റ്റനാവുന്നു. അവിടെ മുതൽ നമ്മൾ ഇന്ത്യൻ ടീമിൻ്റെ ഒരു മാറ്റം കാണുകയാണ്. ഒരുപാട് ലെജൻസിനെയാണ് സൗരവ് ഗാംഗുലി ഇന്ത്യക്ക് സംഭാവന ചെയ്തത്. നമുക്ക് വിരലെണ്ണാവുന്ന ആൾക്കാരല്ല. ഇന്ത്യക്ക് വേണ്ടി 2000 മുതൽ 2010, 12, 14 കാലഘട്ടം വരെ കളിച്ച ഓരോ കളിക്കാരും ഗാംഗുലിയുടെ പിന്തുണയോടും ആശീർവാദത്തോടും കൂടി കളി തുടങ്ങിയവർ തന്നെയാണ്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ആൾക്കാർ സഹീർ ഖാൻ, വീരേന്ദർ സെവാഗ്, യുവരാജ് സിംഗ്, മുഹമ്മദ് കൈഫ്, അങ്ങനെ എത്രയെത്ര ആൾക്കാർ, VVS ലക്ഷ്മൺ, ഇങ്ങനെ തുടങ്ങി 1000 പേരുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. സൗരവ് ഗാംഗുലിയിൽ നിന്നും ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിജയം നേടിയ ക്യാപ്റ്റനായ MS ധോണി പോലും സൗരവ് ഗാംഗുലിയുടെ പിന്തുണ കൊണ്ട് മാത്രം ടീമിൽ പിടിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരുപാട് കളിക്കാരെ ഇന്ത്യൻ ക്രിക്കറ്റിന് സംഭാവന ചെയ്ത വളരെ 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 എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും മികച്ചൊരു ക്യാപ്റ്റനാണ്
സൗരവ് ഗാംഗുലി. സൗരവ് ഗാംഗുലി ക്യാപ്റ്റൻ ആയതിനു ശേഷം അദ്ദേഹത്തെ ഒരു കളിക്കാരൻ എന്നുള്ളതിനേക്കാളുപരി ഒരു ലീഡറായിട്ടാണ് ഞങ്ങളിലേക്ക് തലമുറ കണ്ടത്. അപ്പോഴേക്കും സച്ചിൻ, സൗരവ് എന്നുള്ള ഒരു വേർതിരിവൊക്കെ ഞങ്ങൾ മാറ്റിയിരുന്നു. ഗാംഗുലി നമ്മുടെ ക്യാപ്റ്റനായി മാറി, ഒരു കളിക്കാരനല്ല. ഗാംഗുലി നമ്മളുടെ ഒക്കെ ക്യാപ്റ്റനായിട്ട് മാറിയ ഒരു കാലഘട്ടമാണ് നമ്മൾ പിന്നെ കണ്ടത്. മുന്നിൽ നിന്ന് കളിച്ച് എന്താടാന്ന് ചോദിച്ചാൽ ആരാടാന്ന് തിരിച്ച് ചോദിക്കാനുള്ള ധൈര്യം നമുക്ക് തന്ന, നമ്മുടെ പ്ലെയേഴ്സിന് തന്ന ഒരു ക്യാപ്റ്റനെയാണ് 2000-ന് ശേഷം ഇന്ത്യക്ക് കിട്ടിയത്. നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ ഗാംഗുലി ഗ്രൗണ്ടിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങളൊക്കെ ലൈവ് കണ്ടതാണ്. ഇന്നത്തെ പുതിയ ജനറേഷനൊക്കെ ഗ്രൗണ്ടിൽ എടുത്ത് നോക്കിയാൽ കാണാം. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറയും അത് ഗാംഗുലി അരഗൻ്റ് ആണ്, ഗാംഗുലി അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് അന്നേ വരെ കാണാത്ത ഒരു ക്യാപ്റ്റൻ്റെ മുഖമാണ് സൗരവ് ഗാംഗുലി നമുക്ക് തന്നത്. അസറുദ്ദീൻ എന്ന ശാന്തനായ ക്യാപ്റ്റനെയും സച്ചിൻ എന്ന ഷൈ ആയ ക്യാപ്റ്റനെയും ഒക്കെ കണ്ടാണ് കുറേ കാലം ഇന്ത്യൻ ക്രിക്കറ്റ് പോയത്. അതിനുശേഷം വന്ന സൗരവ് ഗാംഗുലി എന്ന അറ്റാക്കിംഗ് അഗ്രസീവായിട്ടുള്ള ക്യാപ്റ്റനെ, മനുഷ്യനെ നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടപ്പോൾ അഭിമാനം തന്നെ തോന്നിയിട്ടുള്ളൂ. ഓസ്ട്രേലിയക്കാരോട് ഒട്ടും പേടിക്കാതെ, ഇംഗ്ലീഷുകാരുടെ മുമ്പിൽ മുട്ടുമടക്കാതെ, സൗത്ത് ആഫ്രിക്കയുടെ പേസ് ബൗളർമാർക്ക് മുമ്പിൽ ഒട്ടും പേടിക്കാതെ ഇന്ത്യയുടെ എല്ലാ കളിക്കാരും ഒരുപോലെ നിന്ന് കളിച്ച് ജയിച്ചപ്പോൾ അത് സൗരവ് ഗാംഗുലി എന്ന ക്യാപ്റ്റൻ്റെ വിജയമായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തേ പറ്റുള്ളൂ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ, ഇന്ത്യൻ ജനതയുടെ ഒന്നാകെ മൈൻഡ് സെറ്റ് മാറ്റിയതിൽ സൗരവ് ഗാംഗുലി എന്ന മനുഷ്യൻ വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല. ഈ ഒരു സമയത്ത് 2024 അത് ഞാൻ വിവരിക്കുമ്പോൾ ഇപ്പോൾ പോലും എനിക്കുണ്ടാവുന്നൊരു ആവേശം, അപ്പോൾ പുതിയ ജനറേഷന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അനുഭവിച്ച ഒരു സന്തോഷവും ഒരു അഭിമാനവും ഒരു ത്രില്ലും ഒക്കെ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അധികമായിരുന്നു അത്. സച്ചിൻ ഔട്ടായാൽ തോറ്റു എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സച്ചിനെ പോലെ നന്നായി കളിക്കുന്ന, അല്ലെങ്കിൽ സച്ചിനെ പോലെ മാച്ച് വിന്നറായ ഒരു പിടി കളിക്കാരെ ഇന്ത്യക്ക് തന്നിട്ടാണ്. അതുമാത്രമല്ല, മുന്നിൽ നിന്ന് പല കളികളും ജയിപ്പിച്ച് കാണിച്ചിട്ടാണ് സൗരവ് ഗാംഗുലി എന്ന മനുഷ്യൻ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പടി കടന്നു പോയത്. ഏറ്റവും നല്ലൊരു ടീമിനെ വാർത്തെടുത്ത്, അല്ലെങ്കിൽ ഒരുപാട് നല്ല പ്ലേയേഴ്സിനെ കോർത്തിണക്കിയ ഒരു ടീമിനെ MS ധോണിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചാണ് സൗരവ് ഗാംഗുലി 2008 കളി മതിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും MS ധോണിക്കും ഒരു പടി മുകളിൽ തന്നെയാണ് സൗരവ് ഗാംഗുലി എന്ന ക്യാപ്റ്റനെ പ്രതിഷ്ഠിക്കാറുള്ളത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. MS ധോണി ഏറ്റവും നല്ല ടീമിനെ കയ്യിൽ കിട്ടിയ ഭാഗ്യശാലിയായ ഒരു ക്യാപ്റ്റനായിരുന്നു. പക്ഷെ സൗരവ് ഗാംഗുലി അങ്ങനെ ആയിരുന്നില്ല. സൗരവ് ഗാംഗുലി ഇന്ത്യയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമ്പോൾ കോഴക്കേസിൻ്റെ ക്യാമറ കണ്ണുകളിൽ ചുറ്റും കൂടി നിന്ന ഒരു ജനതയുടെ മുമ്പിലേക്കാണ് സൗരവ് ഗാംഗുലി 11 പേരുമായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. ആ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് നെഞ്ചും വിരിച്ച് വിജയിച്ച് തിരിച്ചു വരുന്ന ഇന്ത്യൻ ടീമിൻ്റെ എത്രയോ കാഴ്ചകൾ ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാം. ഓസ്ട്രേലിയക്കെതിരെയായിട്ടുള്ള ടെസ്റ്റ് സീരീസ്, ലോർഡ്സിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ആ ബാൽക്കണിയിൽ സൗരവ് ഗാംഗുലി നടത്തിയ ആഘോഷ പ്രകടനം, എത്രയോ ഗ്രൗണ്ടിൽ ചോദ്യം ചെയ്യലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗാംഗുലി തെറ്റ് കണ്ടാൽ ആ ഗ്രൗണ്ടിൽ തന്നെ, ആ മുഖഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാം ആ മനുഷ്യൻ്റെ ചങ്കൂറ്റവും വിജയിക്കാനുള്ളൊരു താല്പര്യവും. ബോൾ കൊണ്ടും ബാറ്റിംഗ് കൊണ്ടും ഇന്ത്യ എത്രയോ മത്സരങ്ങൾ ആ മനുഷ്യൻ വിജയിപ്പിച്ചിരിക്കുന്നു. ഒരുപാട് ഇന്നിങ്സുകളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ ഇന്നിങ്സ് മുതൽ, ടെസ്റ്റ് മാച്ചിൽ സൗരവ് ഗാംഗുലി നേടിയ ഒന്നാമത്തെ ഇന്നിങ്സ് മുതൽ എത്ര ഇന്നിങ്സുകൾ നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റും. ജെഫ്രി ബോയ്ക്കോട്ട് വിളിക്കുന്നത് പോലെ ഹീ ഈസ് എ പ്രിൻസ് ഓഫ് കൽക്കട്ട. ഇത്രയും മനോഹരമായി അനായാസമായി ഓഫ് സൈഡിൽ കവർ ഡ്രൈവും ബൗണ്ടറികളും നേടുന്ന വേറെ ഏത് ക്രിക്കറ്ററാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്? വേറെ ഏത് ഇടത് കൈൻ ബാറ്റ്സ്മാനാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്? ഒരുപാട് വീക്ക്നെസ് ഉള്ള ബാറ്റ്സ്മാൻ തന്നെയായിരുന്നു ഗാംഗുലി. ആ വീക്ക്നെസ്സുകളെയൊക്കെ തൻ്റെ റൺ സ്കോറിംഗ് കേപ്പബിലിറ്റി കൊണ്ട് മറികടക്കാൻ ആ മഹാനായ കളിക്കാരന് പറ്റി എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ സ്ഥാനം. 1998 ഇൻഡിപെൻഡൻസ് കപ്പിൽ ഫൈനലിൽ പാകിസ്ഥാനെതിരെ സൗരവ് ഗാംഗുലി നേടിയ സെഞ്ചുറി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സുകളിലൊന്നാണ്. അങ്ങനെ ഒരുപാട് ഇന്നിങ്സിൽ എനിക്ക് പറയാം. 99 വേൾഡ് കപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ മത്സരിച്ചത്, നേടിയ സെഞ്ചുറി 183 റൺസ്. പിന്നെ ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയയിൽ നേടിയ ടെസ്റ്റ് സെഞ്ചുറി. പിന്നെ അദ്ദേഹത്തിൻ്റെ സിക്സറുകളെ പറ്റി നമ്മൾ ഒരുപാട് വിവരിച്ചാണ്. ഇത്രയും മനോഹരമായി ഫ്രണ്ട് ഫുട്ടിൽ മുന്നോട്ടാഞ്ഞ് ലോഫ്റ്റ് ഷോട്ട് സിക്സ് കളിക്കുന്ന ഏത് ഇടങ്കൈൻ ബാറ്റ്സ്മാനാണ് ഉള്ളത് വേൾഡ് ക്രിക്കറ്റിൽ? അത്രയും അനായാസതയോടെ സ്പിന്നർമാരെ നേരിട്ട ഏത് ഇടങ്കൈനാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്? ബൗൺസറുകളെയും നമ്മുടെ ചെസ് ഹൈറ്റിൽ വരുന്ന ബോളുകളെ നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ
എല്ലാ അപാകതകളും മറ്റുള്ള ബോളർമാർക്കെതിരെ അധിക റൺ നേടിക്കൊണ്ട് അദ്ദേഹം പരിഹരിക്കുകയുണ്ടായി. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ പരിഷ്കരിച്ച ഏറ്റവും മഹാനായ ഒരു കളിക്കാരനും ക്യാപ്റ്റനും, ഒരുപക്ഷെ ഒരു കളിക്കാരൻ എന്നതിനേക്കാൾ ഉപരി ചരിത്രത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കുക ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഒരു ക്യാപ്റ്റനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിൽ ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് നേടാൻ പറ്റിയില്ല എന്നതൊരു കുറവേ അല്ല. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിൽ ഇന്ത്യക്ക് കിട്ടിയ മൈൻഡ് സെറ്റാണ്, ആ അഗ്രസീവ്നെസ് ആണ് 2011-ലും 2007-ലും ധോണിയുടെ ടീം കപ്പ് നേടിയത്. ആ അഗ്രസീവ്നെസ് പിന്തുടരുക മാത്രമേ ധോണി ചെയ്തുള്ളൂ. ധോണി സൈലൻ്റ് ആണെങ്കിലും ധോണിയുടെ ടീം ഒരിക്കലും സൈലൻ്റ് ആയിരുന്നില്ല. എപ്പോഴും അഗ്രസീവ് ക്രിക്കറ്റാണ് ധോണിയുടെ കീഴിൽ ഇന്ത്യ കളിച്ചത്. അത് സൗരവ് ഗാംഗുലി നമുക്ക് പകർന്നു തന്ന ധൈര്യവും അഗ്രസീവ്നെസ്സും മാത്രമാണ്. ഞങ്ങളുടെ തലമുറയിൽ ഞങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾക്കാരെന്നേ ഞാൻ പറയുള്ളൂ. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ അവതരിച്ച സൗരവ് ഗാംഗുലി, രാഹുൽ ദ്രാവിഡ്, വി.വി.എസ്. ലക്ഷ്മൺ, വീരേന്ദർ സെവാഗ്, യുവരാജ് സിംഗ്, മുഹമ്മദ് കൈഫ്, സഹീർ ഖാൻ, ആശിഷ് നെഹ്റ തുടങ്ങിയ ഹർഭജൻ സിംഗ് തുടങ്ങിയ ഇങ്ങനത്തെ ഒരുപാട് കളിക്കാരുടെ ടീം, അനിൽ കുംബ്ലെ, ദ ലെജൻഡ് അനിൽ കുംബ്ലെ, ഇവരൊക്കെ ഒരുമിച്ച് അണിനിരുന്ന ഒരു ടീം ആ 11 പേർ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരുന്നൊരു ആനന്ദം, അവർ വിജയിക്കുമ്പോൾ വിജയിച്ച അന്തസ്സോടെ തിരിച്ചു കയറി വരുമ്പോൾ നമ്മൾ അനുഭവിച്ചൊരു അഭിമാനം, അത് ആ തലമുറയുടെ മാത്രം സ്വത്താണ്. അതിനുശേഷം 2007 മുതൽ ധോണി എന്ന് മുതൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ അരങ്ങേറിയോ അപ്പോഴേക്കും ഇന്ത്യ നല്ലൊരു ടീമായി, മികച്ചൊരു ടീമായി മാറിയിരുന്നു. ഇന്ന് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ടീം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിനുള്ള വിത്ത് പാകിയത് സൗരവ് ഗാംഗുലി എന്ന ക്യാപ്റ്റൻ തന്നെയാണ്. ഈ ഒരു ചെറിയ വീഡിയോ ആ മഹാനായ ക്യാപ്റ്റനോടുള്ള, ആ മഹാനായ കളിക്കാരനോടുള്ള എൻ്റെ സ്നേഹവും എൻ്റെ ആദരവും മാത്രമാണ്. ഒരു പാഷനായി യൂട്യൂബ് ചാനൽ തുടങ്ങിയ എനിക്ക് ആ ഒരൊറ്റ കാരണം തന്നെയാണ് ഈ സ്വാതന്ത്ര്യത്തോടെ ഇത്തരം വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനവും എൻ്റെ ധൈര്യവും. വീണ്ടും ഇത്തരം വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇഷ്ടമുള്ളവരൊക്കെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് വീണ്ടും വേറൊരു ചാപ്റ്ററിൽ കാണാം. Goodbye.